ഒരുമാതിരിപ്പെട്ട അച്ഛന്മാരുടെ അമ്മമാരൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ഒരുക്കമോ ഞങ്ങളിലൊക്കെ കാണുമല്ല, ഞങ്ങളുടെ ഗുണമൊന്നുമല്ല. എൻ്റെ അമ്മയെക്കുറിച്ച് പറയാം. എൻ്റെ അമ്മ കുർബാന മുടക്കുകയില്ല. അമ്മ ഒരു ദിവസം പോലും, ഒറ്റ ദിവസം പോലും കുർബാന മുടക്കുകയില്ല. അങ്ങനെ ജീവിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കെ ഈ പാവത്തിന് ചിക്കൻ പോക്സ് പിടിച്ചു. അപ്പോൾ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ ആ കാലത്ത്. പെങ്ങള് പഠനമായിട്ട് ചെന്നൈയിലാണ്. ചാച്ചനും ഒക്കെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഞങ്ങൾ വന്ന് നിൽക്കണം, നിങ്ങൾ ചെയ്യണം. അമ്മയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആരും വരണം. അമ്മയ്ക്ക് പക്ഷെ ഒറ്റ ചിക്കൻ പോക്സിന്റെ സങ്കടമൊന്നും അല്ല, ഒറ്റ സങ്കടമേ ഉള്ളൂ. സങ്കടം എൻ്റെ പരിശുദ്ധ കുർബാന മുടങ്ങി, പരിശുദ്ധ കുർബാന മുടങ്ങി. ഇത് എല്ലാ ദിവസവും കൂടി സങ്കടമല്ല, പരിശുദ്ധ കുർബാന മുടങ്ങിയതാ കൊച്ചേ. ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കുക, ആദ്യം അതൊന്ന് മാറട്ടെ. 1-2 ആഴ്ച കഴിയുമ്പോൾ ഇത് മാറി. അപ്പൊ ഇതിങ്ങനെ കുളിച്ച് കഴിഞ്ഞ് അങ്ങനെ കണ്ടൊരു പരിപാടിയില്ലേ, ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ അവസാനം അല്ലേ, കുളിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ തീരുവോ? അങ്ങനെ അത് എങ്ങനെയോ സംഭവം കുളിച്ച് കഴിഞ്ഞു, സംഭവം മാറി തുടങ്ങി. പള്ളി പോയാൽ എന്താ കുഴപ്പം? എല്ലാവരും ശ്രദ്ധിക്കില്ല, അത് അറിഞ്ഞു ചിക്കൻ പോക്സ്. അപ്പൊ ആൾക്കാർ മോശമല്ലേ, ആൾക്കാർ നമ്മളെ കുറിച്ച് നോക്കത്തില്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ ഒരു ലത്തീൻ പള്ളിയുണ്ട് ഞങ്ങളുടെ അവിടെ, ഒരു ലാറ്റിൻ ചർച്ചുണ്ട്. അപ്പം മമ്മിയുടെ പ്ലാനിങ് ശ്രദ്ധിക്കണേ. അവിടെ രാവിലെ 6:30 കുർബാന. 6:30 ലത്തീൻ കുർബാനയല്ലേ, 7 മണിയാകുമ്പോൾ തീരും. എൻ്റെ അപ്പൻ 6:30 ഫോൺ ചെയ്തു. എൻ്റെ അപ്പൻ 6:30 ഫോൺ വിളിച്ചു, മൊബൈലിൽ വിളിച്ചു, മൊബൈൽ എടുത്തിട്ടില്ല, വീട്ടിലിട്ട് പോയിരിക്കുക. ലാൻഡ് ഫോണിൽ വിളിച്ചു, ബെല്ലടിച്ചു, എടുക്കുന്നില്ല. അപ്പന് ടെൻഷനായി. എന്താ കാര്യം? ഒന്നാമത് വയ്യാതിരിക്കുക, ചിക്കൻ ബോക്സ് പിടിച്ചിരിക്കുക, ശരിയായി വരുന്നേ ഉള്ളൂ, 2 ആൾ ഒറ്റയ്ക്ക. ടെൻഷനായി, അപ്പൻ ടെൻഷനായി. അപ്പൻ ഉടനെ എന്ത് ചെയ്തെന്നറിയോ, 2-3 വീട് അപ്പുറത്തെ അപ്പൻ്റെ ചേട്ടന്മാരുണ്ടായി. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചേട്ടനെടാ ഒന്ന് പോയി നോക്കി, അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒന്ന് പോയി നോക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പൻ്റെ ചേട്ടൻ വന്നിട്ട്, ജാൻസി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്, ആദ്യം വന്ന് ബെല്ലടിച്ചു, എടുക്കുന്നില്ല, കേൾക്കുന്നില്ല. വീട് ചുറ്റി നടന്ന് ജാൻസി 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 എന്ന് വിളിച്ച് വീട് ചുറ്റും നടന്നു, കേട്ടില്ല. ഇവിടുന്ന് റിപ്പോർട്ടിങ് അങ്ങോട്ട് പോയി, എടാ അവള് വിളിച്ചിട്ട് കേൾക്കുന്നില്ലടാ, കൊടുത്തു. നിങ്ങൾ ഓർത്ത് നോക്കണം അപ്പൻ്റെ മാനസികാവസ്ഥ. നേരത്തെ അപ്പം പറഞ്ഞു, ആ ബെഡ്റൂമിലെ ജനല് പൊട്ടിക്ക്, ബെഡ്റൂമിലെ ജനല് പൊട്ടിക്ക് നോക്ക എന്ന് പറഞ്ഞു. ഇവര് കേൾക്കേണ്ട താമസം ഈ പൊട്ടന്മാരെല്ലാരും കൂടെ ഞങ്ങളുടെ വീടിന്റെ ചാച്ചനും മമ്മിയും കിടക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിലെ ജനല് തല്ലി പൊട്ടിച്ചിട്ട് നോക്കുകയാണേ. നോക്കിയിട്ട് റിപ്പോർട്ടിംഗ് ആണ്, എടാ നിലത്ത് വീണ് കിടക്കുക എന്ന് തോന്നുന്നു, നൈറ്റിയുടെ അറ്റം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവര് ജനലിക്കൂടെ നോക്കിയപ്പോ കണ്ടത് അത്രേ ഉള്ളൂ. മമ്മി മാറിയിട്ടിട്ട് പോയ നൈറ്റിയുടെ അറ്റം അങ്ങോട്ട് കണ്ടു. നിലത്ത് വീണ് കിടക്കുക എന്ന് തോന്നുന്നു, നൈറ്റിയുടെ അറ്റം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കേൾക്കേണ്ട താമസം അപ്പന്റെ നല്ല ജീവൻ പോയിട്ട് അപ്പം പറഞ്ഞു, അടുക്കള വാതിൽ തല്ലി പൊളിക്കുക, അടുക്കള വാതിൽ തല്ലി പൊളിക്കുക. നിങ്ങൾ നോർത്തോക്കണം, 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ വീട് അവന്മാർ പൊളിച്ചു. അടുക്കള വാതിൽ തല്ലി പൊളിക്കുക. ഇവന്മാരെല്ലാരും കൂടെ പോയി ഞങ്ങളുടെ അടുക്കള വാതിൽ തല്ലി പൊളിച്ച് അപ്പനും അമ്മയും കിടക്കുന്ന ബെഡ്റൂമിൽ ചെന്ന് നോക്കുമ്പോ കാണുന്നത് നൈറ്റി മാത്രമേ ഉള്ളൂ, ആളെ കാണുന്നില്ല. ഇപ്പൊ അവരുടെ വിഷമം ഉടലോടെ അങ്ങ് പോയോ കർത്താവേ എന്നുള്ളതാണ്. ആ മാതാവിനെ പോലെ എല്ലാവരും പോയി കിടക്കണം. ഇതെല്ലാം ഈ ബഹളം എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം മുറ്റത്തിറങ്ങി നിൽക്കുക, കട്ടപ്പാറയൊക്കെ ആയിട്ട് നിൽക്കുക, പൊളിച്ചതും കൊണ്ട് നിൽക്കുക. അപ്പൊ എൻ്റെ അമ്മ കുമ്പസാരവും കഴിഞ്ഞ് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സാരിയുടെ മുന്താണി കൊണ്ട് തല മൂടി പുതച്ച് റാസയ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന് രൂപം എടുക്കുന്നത് പോലെ ഇങ്ങനെ കാര്യമായിട്ട് വരികയാണ്. അന്ന് മുറ്റത്തോട്ട് കയറി. അപ്പൊ എൻ്റെ വീടിനൊരു പടിപ്പുരയൊക്കെ ഉണ്ട്, വീടിന്റെ മുമ്പിൽ പുഴയാണ്. ഒരു പടിപ്പുര കടന്ന് അകത്തോട്ട് കയറിയത് ഓർമ്മയുണ്ട്. അപ്പൻ്റെ ചേട്ടന്മാരുടെ വക കണക്കിന് കിട്ടി. അപ്പോൾ വഴക്ക് കിട്ടി. അത് കഴിഞ്ഞ് അപ്പൻ്റെ വക ഇവർ പോയി കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ വക ഫോൺ വിളിച്ച് കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് റിപ്പോർട്ട് ചെയ്താണ് ഈ സംഭവം. എന്നെ വിളിച്ചിട്ട് ഈ കഥ മുഴുവൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടാ. അപ്പൊ അപ്പോഴും അമ്മയുടെ സങ്കടം അടുക്കള വാതിൽ പൊളിഞ്ഞതാണ്, ജനലും തല്ലി പൊളിച്ചിട്ടിരിക്കുക. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അടങ്ങി വീട്ടിൽ ഇരുന്നാൽ പോരെ? കുർബാന അർപ്പിക്കാതെ പറ്റുന്നില്ലായിരുന്നടാ കുഞ്ഞെ, പരിശുദ്ധ കുർബാന അർപ്പിക്കാതെ പറ്റുന്നില്ലായിരുന്നടാ കുഞ്ഞെ എന്നായിരുന്നു മറുപടി. അതായത് ഇന്നിങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കുള്ള അഭിമാനം എന്നറിയാമോ? പരിശുദ്ധ കുർബാന മുടക്കാത്തൊരു അമ്മ എനിക്കുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ നിങ്ങളെക്കുറിച്ച് പറയാൻ പോകുന്നത് നല്ല ഒന്നാന്തരമായിട്ട് മല്ലിപ്പൊടി വറുത്തരച്ച് കറി വെച്ച് തരുന്ന കോഴിക്കറി വെച്ച് തരുന്ന അമ്മ ഉണ്ടായിരുന്നു നല്ല പറയാൻ പോകുന്നത്. നല്ല മരച്ചീനി പുഴുങ്ങി മുളകും ചമ്മന്തിയും വെച്ച് തരുന്ന അമ്മ ഉണ്ടായിരുന്നു നല്ല പറയാൻ പോകുന്നത് എനിക്ക് കുർബാന മുടക്കാത്തൊരു അമ്മയുണ്ടായിരുന്നു. കുറെ കഴിയുമ്പോൾ ജീവിതം അതിന്റെ അനുഗ്രഹങ്ങളൊക്കെ വെച്ച് നീട്ടി അതൊക്കെ സ്വീകരിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയേണ്ട പറച്ചില് കുർബാന മുടക്കാത്ത
ഇല്ലാത്തൊരു അമ്മ എനിക്കുണ്ടായി. നിങ്ങളിൽ എത്ര പേർ